പെൻഗ്വിനുകൾ കഠിനമായ തണുപ്പിലെ അതിജീവന രഹസ്യങ്ങൾ. -40 -50 °C തണുപ്പ്. ആലോചിക്കാൻ പോലും വയ്യ അല്ലെ? നമ്മളാണെങ്കിൽ ചെറിയൊരു തണുപ്പടിച്ചാൽ ഉടനെ കമ്പിളി പുതപ്പും പുതച്ച് ചായയും കുടിച്ച് വീടിനുള്ളിലിരിക്കും. എന്നാൽ ഇത്രയും കഠിനമായ തണുപ്പിൽ അസ്ഥികളിലേക്ക് തുളച്ചു കയറുന്ന മരവിക്കുന്ന കാറ്റിൽ ഒരു കുലുക്കവുമില്ലാതെ ജീവിക്കുന്ന ചിലരുണ്ട്. നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട പെൻഗ്വിനുകൾ. കോട്ടും സ്യൂട്ടുമിട്ട് വളരെ രസകരമായി നടന്നു പോകുന്ന ഇവരെ കാണാൻ നല്ല ഭംഗിയൊക്കെയാണ്. പക്ഷെ ഈ കൊടും തണുപ്പിൽ ഒരൊറ്റ ദിവസം പോലും ജീവനോടെ ഇരിക്കാൻ മനുഷ്യർക്ക് സാധിക്കാത്ത ഇടങ്ങളിലാണ് ഇവരുടെ വാസം. മിഥ്യകളോ ഊഹാപോഹങ്ങളോ ഇല്ലാത്ത പൂർണ്ണമായും ശാസ്ത്രീയമായ ചില സത്യങ്ങളിലേക്ക് നോക്കിയാൽ ഈ കുഞ്ഞു ജീവികളുടെ അതിജീവനം പ്രകൃതിയുടെ ഒരു അത്ഭുത പ്രതിഭാസമാണെന്ന് നമുക്ക് മനസ്സിലാകും. നമുക്ക് ആ ശാസ്ത്രീയമായ അതിജീവനത്തിന്റെ കഥയൊന്ന് നോക്കാം. ഈ കഥ തുടങ്ങുന്നത് അവയുടെ ശരീരത്തിന് പുറത്തു നിന്നാണ്. നമ്മൾ ആദ്യം കാണുന്ന പെൻഗ്വിനുകളുടെ തിളങ്ങുന്ന ചർമ്മം യഥാർത്ഥത്തിൽ സാധാരണ തൂവലുകളല്ല. ഒരു ചതുരശ്ര ഇഞ്ച് സ്ഥലത്ത് ഏകദേശം 100-ലധികം തൂവലുകൾ എന്ന രീതിയിലാണ് പ്രകൃതി ഇവയെ ക്രമീകരിച്ചിരിക്കുന്നത്. ലോകത്തിലെ പക്ഷികളിൽ വെച്ച് ഏറ്റവും സാന്ദ്രതയേറിയ, അതായത് അത്രമേൽ അടുപ്പമുള്ള തൂവലുകൾ ഉള്ളത് പെൻഗ്വിനുകൾക്കാണ്. ഇതിലും വലിയൊരു ശാസ്ത്രീയ രഹസ്യം എന്തെന്നാൽ ഈ തൂവലുകളുടെ അടിയിൽ ഒളിച്ചിരിക്കുന്ന ഒരു പ്രത്യേക എണ്ണമയമാണ്. പെൻഗ്വിനുകൾ അവയുടെ ശരീരത്തിന്റെ വാലിലെ ഒരു പ്രത്യേക ഗ്രന്ഥിയിൽ നിന്ന് ഈ എണ്ണ എടുത്ത് കൊക്കുകൾ ഉപയോഗിച്ച് ശരീരം മുഴുവൻ എപ്പോഴും തേച്ചു പിടിപ്പിക്കാറുണ്ട്. ഇത് കാരണം ഇവരുടെ ശരീരം 100% വാട്ടർ പ്രൂഫായി മാറുന്നു. അതായത് കഠിനമായ തണുത്ത വെള്ളത്തിൽ എത്ര മണിക്കൂറുകൾ നീന്തിയാലും ഇവരുടെ ചർമ്മത്തിൽ ഒരിറ്റു വെള്ളം പോലും തൊടില്ല. വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ ഒന്ന് കുടഞ്ഞാൽ മാത്രം മതി, ശരീരം പൂർണ്ണമായും വരണ്ടതായി മാറും. ഇനി വെള്ളം നനഞ്ഞില്ലെങ്കിലും ശരീരം കാറ്റടിച്ചാൽ മരവിക്കില്ലേ എന്ന് ചോദിക്കാം. അതിനും ഇവരുടെ ശരീരത്തിൽ കൃത്യമായ പരിഹാരമുണ്ട്. ഈ കട്ടിയുള്ള തൂവലുകൾക്ക് തൊട്ട് താഴെയായി ചൂടുള്ള വായു കെട്ടി നിൽക്കുന്ന ഒരു പാളിയുണ്ട്. ഇത് ശരീരത്തിന്റെ ചൂട് പുറത്തു പോകാതെ ഒരു വായു കുമിള പോലെ കാക്കുന്നു. ഇതിനും താഴെയായി ബ്ലബ്ബർ എന്ന് വിളിക്കുന്ന കട്ടിയുള്ള കൊഴുപ്പിന്റെ മറ്റൊരു വലിയ പാളി കൂടിയുണ്ട്. ചില പെൻഗ്വിനുകളിൽ ഈ കൊഴുപ്പിന്റെ കനം ഏതാനും സെന്റിമീറ്ററുകൾ വരെ വരും. ഈ കൊഴുപ്പാണ് ഇവരുടെ ശരീരത്തിലെ പ്രധാന തെർമോസ്റ്റാറ്റ്. തണുപ്പിനെ ഉള്ളിലേക്ക് ഒട്ടും കടത്തിവിടാത്ത ഒരു പ്രകൃതിദത്തമായ ജാക്കറ്റ് പോലെ ഇത് പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് കൊടും മഞ്ഞിലും ഇവരുടെ ശരീരത്തിന്റെ ആന്തരിക താപനില മനുഷ്യരുടേതുപോലെ 38°C തന്നെ കൃത്യമായി തുടരുന്നത്. ശരീരത്തിന്റെ കാര്യം ഇങ്ങനെയാണെങ്കിൽ ഇവരുടെ കാലുകളുടെ അവസ്ഥ എന്തായിരിക്കും? എപ്പോഴും ഐസിന് മുകളിലൂടെയാണല്ലോ നിൽക്കുന്നത്. എന്നിട്ടും ഇവരുടെ കാലുകൾ എന്തുകൊണ്ടാണ് ഐസായി പോകുന്നില്ല എന്ന സംശയം ആർക്കും തോന്നാം. ഇവിടെയാണ് പ്രകൃതിയുടെ ഏറ്റവും മനോഹരമായ ഒരു ബയോളജിക്കൽ എഞ്ചിനീയറിംഗ് ഒളിഞ്ഞിരിക്കുന്നത്. ഇതിനെ ശാസ്ത്രത്തിൽ കൗണ്ടർ കറന്റ് ഹീറ്റ് എക്സ്ചേഞ്ച് എന്ന് വിളിക്കുന്നു. പെൻഗ്വിനുകളുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ചൂടുള്ള രക്തം വഹിക്കുന്ന ധമനികളും കാലുകളിൽ നിന്ന് തിരികെ പോരുന്ന തണുത്ത രക്തം വഹിക്കുന്ന സിരകളും ശരീരത്തിൽ പരസ്പരം വിരലുകൾ കോർത്തുപിടിക്കുന്നത് പോലെ വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. തണുത്ത രക്തം ഹൃദയത്തിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ചൂടുള്ള രക്തം അതിനെ ചൂടാക്കുന്നു. അതുകൊണ്ട് ഇവരുടെ പാദങ്ങളിലേക്ക് എത്തുന്ന രക്തത്തിന് ഐസ് താപനിലയേക്കാൾ തൊട്ടുമുകളിൽ മാത്രമായിരിക്കും ചൂട്. ഇത് കാലുകൾ മരവിച്ചു പോകാതെ കാക്കുന്നു. ഒപ്പം ശരീരത്തിന്റെ ചൂട് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഇതിനൊപ്പം തങ്ങളുടെ കാലുകളിലേക്ക് പോകുന്ന രക്തയോട്ടത്തിന്റെ അളവ് നിയന്ത്രിക്കാനും അവയ്ക്ക് പ്രത്യേക കഴിവുണ്ട്. ശരീരഘടന പോലെ തന്നെ ഇവരുടെ പെരുമാറ്റത്തിലും ഈ അതിജീവനത്തിന്റെ വലിയൊരു ശാസ്ത്രമുണ്ട്. പ്രത്യേകിച്ച് അന്റാർട്ടിക്കയിലെ കഠിനമായ മഞ്ഞുകാറ്റുള്ള സമയത്ത് എംപറർ പെൻഗ്വിനുകൾ ആയിരക്കണക്കിനെണ്ണം ഒരുമിച്ച് ചേർന്ന് ഒരു വലിയ വട്ടത്തിൽ ഒട്ടിപ്പിടിച്ചു നിൽക്കും. ശാസ്ത്രലോകം ഇതിനെ ഹഡ്ലിംഗ് എന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെ ഇവർ ഒരുമിച്ച് നിൽക്കുമ്പോൾ ആ കൂട്ടത്തിന്റെ ഉള്ളിലെ താപനില പുറത്തെ താപനിലയേക്കാൾ 30°C വരെ കൂടുതലായിരിക്കും. ഇതിൽ ഏറ്റവും മനോഹരമായ ഫാക്ട് എന്തെന്നാൽ ഇവർ ഒട്ടും സ്വാർത്ഥരല്ല എന്നതാണ്.
കുറെ സമയം വട്ടത്തിന് പുറത്തുനിന്ന് തണുപ്പേൽക്കുന്ന പെൻഗ്വിനുകളെ ബാക്കിയുള്ളവർ പതുക്കെ ഉള്ളിലേക്ക് കയറ്റുകയും ഉള്ളിലിരുന്ന് ചൂടായവർ സ്വയം പുറത്തേക്ക് വരികയും ചെയ്യും. വളരെ കൃത്യമായ ഒരുതരം ചലനത്തിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. ഈയൊരു സോഷ്യൽ സിസ്റ്റം വഴിയാണ് ഇവർ മഞ്ഞുകാലത്തെ മുഴുവൻ അതിജീവിക്കുന്നത്. കണ്ടില്ലേ സുഹൃത്തുക്കളെ, കാണാൻ പാവത്താന്മാരാണെങ്കിലും ശാസ്ത്രീയമായ വലിയൊരു അതിജീവന കോട്ട തന്നെയാണ് ഓരോ പെൻഗ്വിനും തങ്ങളുടെ ശരീരത്തിലും ജീവിതത്തിലും കൊണ്ടു നടക്കുന്നത്. പ്രകൃതി ഓരോ ജീവിയെയും എത്രമാത്രം കൃത്യതയോടെയാണ് ഒരുക്കിയെടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നും. പ്രകൃതിയുടെ ഈ വലിയ അത്ഭുതത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുമല്ലോ. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്